നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചെമ്പ്ര എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയ സംഭവം. കൽപ്പറ്റ എംഎൽഎ CK ശശീന്ദ്രൻ ഒത്തുകളിക്കുകയാണെന്ന ആരോപണവുമായി യുവജനതാദൾ യു രംഗത്ത്. HMS ഉൾപ്പെടെയുള്ളവർ തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും യുവജനതാദൾ യു. മാനന്തവാടിയിൽ ഓട്ടോ ഡ്രൈവർമാരും ടാക്സി ജീപ്പ് ഡ്രൈവർമാരും തമ്മിൽ സംഘർഷം ആളുകളെ വിളിച്ചു കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചു ചേർത്ത ചർച്ചയിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കം. ആദിവാസി മേഖലകളിൽ ചിലവഴിക്കുന്ന തുകകളെക്കുറിച്ച് ഗവേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ TP സെൻകുമാർ. വിനിയോഗിച്ച തുകകളെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്നും സെൻകുമാർ. മാനന്തവാടി താലൂക്കിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ വീണ്ടും പണിമുടക്ക് വേതന വർധനവ് നടപ്പാക്കാൻ ബസ് ഉടമകൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച്. വേതന വർധനവ് പ്രശ്നത്തിൽ ബത്തേരി താലൂക്കിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ തിങ്കളാഴ്ച മുതൽ പണിമുടക്കും. പുൽപ്പള്ളി താഴെയങ്ങാടി വിദേശ മദ്യഷാപ്പ് മാറ്റി സ്ഥാപിച്ച സംഭവം. വിദേശ മദ്യഷാപ്പ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തം. മദ്യവിൽപ്പനശാല മാറ്റി സ്ഥാപിച്ചതിനു പിന്നിൽ പഞ്ചായത്ത് ഭരണകക്ഷി അംഗങ്ങളുടെ കള്ളക്കളിയെന്ന് ആരോപണം. മദ്യഷാപ്പിനെതിരെ ജനകീയ കൂട്ടായ്മയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതി ഭരണമാണ് രാജ്യത്തും സംസ്ഥാനത്തും നടക്കുന്നതെന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA. രാജ്യത്ത് വർഗീയതയും അഴിമതിയും ചെറുക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും IC ബാലകൃഷ്ണൻ. പരിസ്ഥിതി ദിനാചരണം. വ്യക്തമായ ചട്ടങ്ങളും നിബന്ധനകളും ആവശ്യമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി. ജൂൺ 5-ന് വൃക്ഷത്തൈകളുടെ കൂട്ടക്കുരുതിയാണ് നടക്കുന്നതെന്നും സമിതി. സാമൂഹ്യ വനവൽക്കരണത്തെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്നും സമിതി ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. ചെമ്പ്ര എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയ സംഭവത്തിൽ CK ശശീന്ദ്രൻ MLA മാനേജ്മെന്റുമായി ഒത്തുകളിക്കുകയാണെന്ന് യുവജനതാദൾ യു. HMS ഉൾപ്പെടെ തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വിഷയം പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാനേജ്മെന്റ് ഏകപക്ഷീയമായി അടച്ചുപൂട്ടിയിട്ട് 8 മാസം പിന്നിട്ടിട്ടും സർക്കാർ ഇടപെട്ട് എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിക്കാൻ CK ശശീന്ദ്രൻ MLA ഇതുവരെ ആത്മാർത്ഥമായി ഇടപെടുകയോ മറ്റു ശ്രമങ്ങളൊന്നും തന്നെ നടത്തുകയോ ചെയ്തിട്ടില്ല. പ്ലാന്റേഷൻ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് യാതൊരു മുന്നറിയിപ്പും നൽകാതെ മാനേജ്മെന്റ് ഒരു സുപ്രഭാതത്തിൽ എസ്റ്റേറ്റ് അടച്ചുപൂട്ടുകയാണുണ്ടായത്. പ്ലാന്റേഷൻ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു തോട്ടം അടച്ചുപൂട്ടണമെങ്കിൽ അതിന് തൊഴിലാളികൾക്കും ലേബർ കമ്മീഷനും മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ, സർക്കാരുമായി ആവശ്യമായ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു തോട്ടം അടച്ചുപൂട്ടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഇത്തരം നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കൂട്ടുന്ന സമയത്ത് തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷത്തെ ബോണസും 2 മാസത്തെ ശമ്പളവും നൽകാനുണ്ട്. മാനന്തവാടിയിൽ ഓട്ടോ ഡ്രൈവർമാരും ജീപ്പ് ടാക്സി ഡ്രൈവർമാരും തമ്മിൽ സംഘർഷം. തലശ്ശേരി റോഡിലെ ഓട്ടോ ഡ്രൈവർമാരും തലപ്പുഴ ഭാഗത്തേക്കുള്ള ടാക്സി ജീപ്പ് ഡ്രൈവർമാരും തമ്മിലാണ് ആളുകളെ കയറ്റുന്നത് സംബന്ധിച്ച് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. ഓട്ടോ സ്റ്റാൻഡ് പരിസരത്തെത്തി ജീപ്പ് ഡ്രൈവർമാർ ആളുകളെ കയറ്റുന്നുവെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആരോപണം. അതേസമയം തിരക്കുള്ള സമയങ്ങളിൽ ഓട്ടോകൾ ആളുകളെ കയറ്റാൻ തയ്യാറാകാത്തതിനാലാണ് ഇവിടെയെത്തി ആളുകളെ കയറ്റുന്നതെന്നാണ് ജീപ്പ് ഡ്രൈവർമാർ പറയുന്നത്. തലപ്പുഴ ഭാഗത്തേക്ക് ഓട്ടം പോകുന്ന ടാക്സി ജീപ്പ് ഡ്രൈവർമാർ ഗാന്ധി പാർക്ക് ഭാഗത്തു നിന്നും ആളുകളെ വിളിച്ചു കയറ്റുന്നുവെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആരോപണം. തങ്ങളുടെ സ്റ്റാൻഡിന്റെ പരിസരത്ത് വന്ന് ജീപ്പുകാർ ആളുകളെ കയറ്റുന്ന മൂലം തങ്ങൾക്ക് തീരെ വരുമാനമില്ലാതായിരിക്കുകയാണെന്നും ഇവർ പറയുന്നു. ട്രാഫിക് SIക്കും DYSPക്കും പരാതി നൽകിയിട്ടും തൃപ്തികരമായ നടപടിയെടുത്തില്ലെന്നും ഓട്ടോ ഡ്രൈവർമാർ ആരോപിച്ചു. ഇതിനെ തുടർന്ന് ഇന്ന് സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കുകയും തങ്ങളുടെ ഏരിയയിൽ വന്ന് ആളുകളെ കയറ്റുന്ന ജീപ്പുകൾ തടയുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. തുടർന്ന് പോലീസ് വിഷയത്തിലിടപെടുകയും ഇരുവിഭാഗത്തെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ച നടത്തുകയും ചെയ്തു. ചർച്ചയിൽ തലശ്ശേരി റോഡിൽ ഫാഷൻ വില്ലേജിന് സമീപം വരെ ജീപ്പ് ഡ്രൈവർമാർക്ക് വരാമെന്നും ഓട്ടോ സ്റ്റാൻഡിനടുത്തേക്ക് പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ടായി. എന്നാൽ ഈ തീരുമാനം തങ്ങൾ അംഗീകരിക്കുകയില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. അവരവരുടെ സ്റ്റാൻഡിൽ നിന്നും മാത്രം ആളുകളെ കയറ്റിയാൽ മതിയെന്നുള്ള നിലപാടാണ് തങ്ങൾക്കുള്ളതെന്നും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ലോക്കൽ അടിക്കുന്നതുകൊണ്ട് നമ്മളെ തൊഴിലിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ ട്രാഫിക് SIക്ക് ആദ്യം പരാതി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നടപടിയൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങളെന്താക്കി DSP സാറിന് പരാതി കൊടുത്തു. മാർച്ച് മാസത്തിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ അധികാരികൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട
സംരക്ഷണം തരിക അല്ലെങ്കിൽ ലോക്കൽ ജീപ്പടി അതാത് സ്റ്റാൻഡിലേക്ക് മാറ്റാനോ അവർക്ക് ഇതുവരെ കഴിയില്ല. അതേസമയം തലശ്ശേരി റോഡിലെ ഓട്ടോറിക്ഷകൾ തിരക്കുള്ള സമയങ്ങളിൽ ആളുകളെ കയറ്റാത്തതാണ് തങ്ങൾ ഇവിടെ എത്തി ആളുകളെ വിളിച്ചു കയറ്റുന്നതെന്നാണ് ജീപ്പ് ഡ്രൈവർമാരുടെ വാദം. വൈകുന്നേരം വന്ന് നോക്കിയാൽ 4 മണി കഴിഞ്ഞാൽ ഒരു ബസ് ഉണ്ടാവില്ല. 100 കണക്കിന് ആൾക്കാരാണ് തലപ്പുഴ വരുന്നത്. 50 വണ്ടി ഞങ്ങൾ ഓടിയാലും ബാക്കി വൈകുന്നേരം ആകുമ്പോൾ അത്രയ്ക്കും ആൾക്കാർ തലപ്പുഴയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇടവഴിയിലൊക്കെ ഇറങ്ങേണ്ട ആൾക്കാർ ഞങ്ങൾ വണ്ടിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്രയും ഒന്നും 10-25 കൊല്ലം 30 കൊല്ലത്തോളമായിട്ട് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ഇത് സംബന്ധിച്ച് സ്റ്റേഷനിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷവും ഇരുവിഭാഗവും പിരിഞ്ഞുപോയെങ്കിലും വീണ്ടും ഇക്കാര്യത്തെ ചൊല്ലി പ്രശ്നങ്ങളുണ്ടായി. പോലീസ് സ്റ്റേഷനിലെ തീരുമാനം തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും ഇനി മുതൽ തങ്ങളുടെ സ്റ്റാൻഡിൽ വന്ന് ആളുകളെ കയറ്റിയാൽ വാഹനം തടയുമെന്നും ഓട്ടോ ഡ്രൈവേഴ്സ് ജീപ്പ് സ്റ്റാൻഡിലെത്തി ഡ്രൈവർമാരോട് പറയുന്നതിനിടയിലാണ് ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വീണ്ടും ഉണ്ടായത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസാണ് രംഗം ശാന്തമാക്കിയത്. വയനാട് ന്യൂസ്, മാനന്തവാടി. ആദിവാസി മേഖലകളിൽ ചിലവഴിക്കുന്ന തുകകളെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ട കാലം കഴിഞ്ഞെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ടി പി സെൻകുമാർ. വിനിയോഗിച്ച തുകകളെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും സെൻകുമാർ. ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസികളുടെ ഉന്നമനത്തിനായി കോടികളാണ് ചിലവഴിച്ചത്. എന്നാൽ ഈ പദ്ധതികളൊന്നും ലക്ഷ്യം കണ്ടില്ല. ഇപ്പോഴും ആദിവാസികളുടെ ജീവിതം അനുദിനം ദുഷ്കരമാവുകയാണ്. ആദിവാസികൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടുകൾ പലപ്പോഴും ഇവരിലേക്ക് എത്താറില്ലെന്നും ഇവ പരിശോധിക്കപ്പെടേണ്ടതാണെന്നും സെൻകുമാർ പറഞ്ഞു. ഒരു റിസർച്ച് നടത്തേണ്ടത് നമ്മുടെ ഈ ട്രൈബൽ മേഖലയിലേക്ക് വരുന്ന പണമൊക്കെ എത്ര വന്നു, അത് എവിടേക്ക് പോയെന്ന് കണ്ടുപിടിച്ച് അത് എന്താണ്. കാരണം അവരുടെ അവസ്ഥ പറയുമായിരുന്നു. ഇപ്പോഴും കാലത്ത് ചെറിയ കുടിലിൽ താമസിക്കുന്ന അവരുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ പൈസയ്ക്ക് എവിടെ പോയി, എന്തുകൊണ്ട് നമുക്ക് ആ പണം ശരിക്കും ഉപയോഗിക്കാൻ സാധിച്ചില്ല. ആദിവാസികളുടെ ഉന്നമനത്തിനായി ചെലവഴിച്ച തുക ആദിവാസികളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നാൽ ഇപ്പോൾ അവർ കോടിപതികളാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അട്ടപ്പാടിയെ പറ്റിയൊക്കെ പറയാറുണ്ട്. നമ്മൾ ആ പൈസ ചെലവാക്കാതെ ബാങ്കിലിട്ടിരുന്നെങ്കിൽ ഓരോ ആദിവാസിയും ഇന്ന് മിനിമം 1 കോടി രൂപയുടെയെങ്കിലും ബാങ്കിലെ ബാലൻസിന് ഉടമയായാണ്. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ അധ്യക്ഷത വഹിച്ചു. ASP ജയദേവ്, കൽപ്പറ്റ DSP മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. വേതന വർധനവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി താലൂക്കിൽ സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്ന് വീണ്ടും തൊഴിലാളികൾ പണിമുടക്ക് നടത്തി. വേതന വർധനവ് സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ ബസ് ഉടമകൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. വെള്ളിയാഴ്ച രാവിലെ സമരം തുടങ്ങിയെങ്കിലും ചർച്ചയിൽ വർദ്ധിപ്പിച്ച കൂലി ജൂൺ 1 മുതൽ നൽകാമെന്ന ഉറപ്പിന്മേൽ പിൻവലിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം ചേർന്ന ബസ് ഉടമകളുടെ യോഗം വർദ്ധിപ്പിച്ച വേതനം നൽകാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് വീണ്ടും പണിമുടക്ക് സമരം തുടങ്ങിയത്. പണിമുടക്കിയ തൊഴിലാളികൾ മാനന്തവാടി നഗരത്തിൽ പ്രകടനം നടത്തി. വിവിധ യൂണിയൻ നേതാക്കളായ കെ സജീവൻ, MP ശശികുമാർ, സന്തോഷ് ജി നായർ, CK രജീഷ്, CP മുഹമ്മദ് അലി, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ഒരു മുന്നറിയിപ്പും നൽകാതെ നടത്തിയ സമരം ജനത്തെ വലച്ചു. സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നിശ്ചയിച്ച വേതന വർധനവ് നൽകാൻ തയ്യാറാകാത്ത ബസ് ഉടമകളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച മുതൽ ബത്തേരി താലൂക്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. DLO ഓഫീസുമായി ഉണ്ടാക്കിയ കരാറിൽ യാതൊരു അനുകൂല നിലപാടും ബസ് ഉടമസ്ഥർ സ്വീകരിക്കാതെ തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ബസ് ഉടമസ്ഥ സംഘം ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ തൊഴിലാളികൾക്ക് കാലാകാലങ്ങളായി കിട്ടേണ്ടതായിട്ടുള്ള ഈ കരാർ ലംഘിച്ചതുകൊണ്ട് വയനാട് ജില്ലയിലെ എല്ലാ ബസ് തൊഴിലാളികളും പ്രതിഷേധത്തിലാണ്. അതോടനുബന്ധിച്ച് മാനന്തവാടി സമരം നടക്കുന്നു. ഈ സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമല്ല ഈ ബത്തേരി താലൂക്കിലും ബസ് തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ല. ഈ ശമ്പളം ന്യായമായി കിട്ടുന്നതിന് വേണ്ടി ഈ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച 5-ാം തീയതി മുതൽ ബത്തേരി താലൂക്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നതിന് വേണ്ടി കോർഡിനേഷൻ്റെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. പുൽപ്പള്ളി താഴെയങ്ങാടിയിൽ ചേടാറ്റിൻകാവ് ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച വിദേശ മദ്യവിൽപ്പനശാല പ്രദേശത്ത് നിന്ന് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് മുരിക്കന്മാർ ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് ക്ഷേത്രത്തിന് സമീപം മദ്യവിൽപ്പനശാല ആരംഭിച്ചത്. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് ഇത് കാരണമാകും. അടിയന്തരമായി മദ്യവിൽപ്പനശാല പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, എക്സൈസ് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായും പാവനമായും ദേവസ്വം സൂക്ഷിക്കുന്ന സ്ഥലത്തിന് സമീപത്തേക്ക് ഈ മദ്യശാല മാറ്റിയതിൽ ദേവസ്വന്റെ പ്രതിഷേധം അതിൻ്റെ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട്, ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി, എക്സൈസ് മന്ത്രി, ദേവസ്വം കമ്മീഷണർ, എക്സൈസ് കമ്മീഷണർ എന്നിവരോടും
ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ദേവസ്വം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ശ്രീ പുൽപ്പള്ളി മുരുക്കന്മാർ ദേവസ്വത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ 5 ദിവസത്തോളം ആഘോഷ പരിപാടികൾ നടക്കുന്ന വഴിയിലാണ് ഈ പുതിയ ബിവറേജ് ഔട്ട്ലെറ്റ് വന്നിട്ടുള്ളത്. പുൽപ്പള്ളി താഴെയങ്ങാടി ജനവാസ കേന്ദ്രത്തിലേക്ക് വിദേശ മദ്യവിൽപ്പനശാല മാറ്റിയതിന് പിന്നിൽ പഞ്ചായത്ത് ഭരണകക്ഷി അംഗങ്ങളുടെ കള്ളക്കളിയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇക്കഴിഞ്ഞ മെയ് 31-നാണ് വിദേശ മദ്യഷാപ്പ് ഇവിടേക്ക് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ജൂൺ 2-നാണ് മദ്യശാല പ്രവർത്തിക്കുന്നതിന് പഞ്ചായത്ത് അനുമതിപത്ര ഓർഡിനൻസ് ഇറക്കിയത്. ഇതിൽ നിന്ന് തന്നെ മദ്യഷാപ്പ് ആരംഭിച്ചതിന് പിന്നിൽ ഭരണകക്ഷികളുടെ കള്ളക്കളി വ്യക്തമാണെന്നും ജനവാസ കേന്ദ്രത്തിൽ നിന്നും മദ്യഷാപ്പ് മാറ്റണമെന്നും ജനപ്രതിനിധികളായ TS ദിലീപ് കുമാർ, MD കരുണാകരൻ, പുഷ്പകല രാമചന്ദ്രൻ, സജ്ജി റജി, രജനി ചന്ദ്രൻ, റിക്കു ജയദേവൻ, ശ്യാമള രവി, രാജി, ജോൺസൺ, MD ജോളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളരെ പെട്ടെന്ന് ഇന്ന് എക്സൈസ് കമ്മീഷണർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഗവൺമെന്റ് തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ ഈ മദ്യശാലകൾക്ക് കൊടുക്കുന്നതിനുള്ള അനുമതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ഉത്തരവിറക്കുന്നതിന്റെ തലേദിവസമാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ദുരൂഹതയില്ല. വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് രാത്രി ഇത് മാറ്റിയിട്ട് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് പ്രതിഷേധാർഹമാണ്. പുൽപ്പള്ളി ജനവാസ കേന്ദ്രത്തിലെ മദ്യവിൽപ്പനശാലയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. മദ്യശാല പ്രദേശത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. ജനവാസ കേന്ദ്രമായ പ്രദേശത്ത് ഇപ്പോൾ സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. മദ്യശാലയുടെ സമീപത്ത് വിവിധ മതവിഭാഗങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പൊതുസ്ഥാപനങ്ങളായ ക്ഷീരസംഘം, മൃഗാശുപത്രി, കൃഷിഭവൻ, ICDP ഓഫീസ്, ഹോമിയോ ഡിസ്പെൻസറി, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അമൃത സ്കൂളും ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്താണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഭരണകക്ഷിയിലെ ചില നേതാക്കളുടെയും സ്വാധീനത്താൽ മദ്യവിൽപ്പനശാല ഇവിടേക്ക് മാറ്റിയെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മദ്യശാല വന്നതോടെ ഇതുവഴി സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ജഡേറ്റക്കാവിലെ ക്ഷേത്ര പരിസരം വരും ദിവസങ്ങളിൽ മദ്യപന്മാരുടെ കേന്ദ്രമായി മാറുന്ന അവസ്ഥയാണെന്നും നേതാക്കൾ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പരിസരവും ഇതുമൂലം കളങ്കപ്പെടാൻ കാരണമാവുകയും ചെയ്യും. മദ്യവിൽപ്പനശാലയോട് ചേർന്ന് കിടക്കുന്ന കുരിശടിയിൽ ആരാധന നടത്തുന്നത് മദ്യശാലയുടെ പ്രവർത്തനം മൂലം കഴിയാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നതെന്നും ഭാവിയിൽ ഇത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളായി മാറുമെന്നും നേതാക്കൾ പറഞ്ഞു. പൊതുതാൽപര്യം പരിഗണിക്കാതെ പണം വാരിയെറിഞ്ഞ് ചില അധികാര കേന്ദ്രങ്ങളെ കൂടെ നിർത്തിയും ബാങ്ക് മാനേജർ കുപ്പായമിട്ട ചില റിയൽ എസ്റ്റേറ്റ് സംഘങ്ങളും മേഖലയിലെ ബ്ലേഡ് മാഫിയ അധോലോകവുമാണ് മദ്യശാല മാറ്റത്തിന് പിന്നിലുള്ളതെന്നും നേതാക്കൾ ആരോപിച്ചു. ഇവർക്കെല്ലാം ഒത്താശ ചെയ്യുന്നത് പുൽപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രമുഖനാണെന്നും ഇവർ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സമാധാനം തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അടിയന്തരമായി ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാല മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും ഭാരവാഹികളായ PN ശിവൻ, സിജു പോലൂസ്, ലിജോ ജോർജ്, ബിജു അരിക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബിവറേജ് നിലവിലുള്ള സ്ഥലത്ത് മാറ്റണമെന്ന് പഞ്ചായത്താണ് ആവശ്യപ്പെട്ടിരുന്നത്. ആ പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ അവിടുന്ന് ബിവറേജ് മാറ്റിയിട്ടുള്ളത്. വരുന്ന മാർച്ച് വരെയാണ് ആ ബിവറേജ് ഇപ്പോൾ തുടരാനുള്ള സ്ഥലത്ത് എഗ്രിമെന്റ് ഉള്ളത്. സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇപ്പോൾ ദേശീയപാതയല്ല പുൽപ്പള്ളി സുൽത്താൻ ബത്തേരി റോഡ്. അപ്പോൾ അവിടുന്ന് ഇപ്പോഴത്തെ നിലവിൽ അവിടുന്ന് ബിവറേജ് കോർപ്പറേഷൻ മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാൽ അതിന്റെ പിന്നിൽ വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത് പഞ്ചായത്തിന്റെ ഭരണാധികാരികളുടെ ഭാഗത്താണ് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിട്ടുള്ളത്. അത് ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഈ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതി ഭരണമാണ് രാജ്യത്തും കേരളത്തിലും നടക്കുന്നതെന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA. രാജ്യത്ത് വർഗീയതയും അഴിമതികളെയും ചെറുക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും IC ബാലകൃഷ്ണൻ. പാടിച്ചിറയിൽ മുള്ളംകൊല്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മെമ്പർഷിപ്പ് അംഗത്വ വിതരണത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരാൻ പോകുന്ന 2019 നടക്കുന്ന പാർലമെന്റ് ഇലക്ഷന് അതിശക്തമായി മുന്നേറുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ബൂത്തുകളിൽ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി കുടുംബയോഗങ്ങൾ, ഇന്ദിരാ പ്രിയദർശിനി മുൻ പ്രധാനമന്ത്രിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള സമാപനം കുറിച്ചുകൊണ്ട് കുടുംബയോഗങ്ങൾ 540 ബൂത്തുകളിലും നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് രാജ്യത്തിന് അനിവാര്യമാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. മുള്ളംകൊല്ലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1 മാസം നീണ്ടുനിന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് വർഗീസ് മുരിയങ്കാവിൽ അധ്യക്ഷനായിരുന്നു. ജോർജ് തട്ടാമറമ്പിൽ, മാത്യു ഉണ്ണിപ്പള്ളി, തോമസ് പഴൂക്കാല, ഗിരിജാകൃഷ്ണൻ, മോളി ജോസ്, ശിവരാമൻ പാറക്കുഴി, ബിജു, PK ജോസ്, സെബാസ്റ്റ്യൻ, CD തങ്കച്ചൻ, PN കുര്യൻ എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി.
മാനന്തവാടി നഗരത്തിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടമോടുമ്പോൾ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താൻ ഒരുക്കിയ സ്ഥലം ഒരു വിഭാഗം ആളുകളുടെ വാഹനങ്ങൾ കൈയടക്കി. കോഴിക്കോട് റോഡിൽ ലത്തീൻ പള്ളിയുടെ സ്ഥലത്ത് മണ്ണെടുത്ത് വീതി കൂട്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് ടാറിംഗ് നടത്തിയാണ് പാർക്കിങ്ങിനായി സ്ഥല സൗകര്യം ഒരുക്കിയത്. ഇതാണിപ്പോൾ ഒരു വിഭാഗം ആളുകൾ കൈയടക്കിയിരിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം 1.5 ആഴ്ച മുമ്പാണ് സൗകര്യമൊരുങ്ങിയത്. ഇതോടെ ഇവിടെ നഗരത്തിലെ കച്ചവടക്കാരുടെയും ദൂരസ്ഥലത്ത് ജോലിക്ക് പോകുന്നവരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമായി മാറി. അതിരാവിലെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ രാത്രിയിലാണ് എടുത്തുപോകുന്നത്. നഗരത്തിൽ സ്റ്റാൻഡുള്ള ഗുഡ്സ് ഓട്ടോറിക്ഷകൾ പോലും ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇതുമൂലം നഗരത്തിൽ സാധനങ്ങൾ വാങ്ങാനും മറ്റാവശ്യങ്ങൾക്കുമായി എത്തുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാനാകാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പേ പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. പൊതുമരാമത്ത് വകുപ്പോ നഗരസഭയോ ആരാണ് അതിന് മുൻകൈയെടുക്കേണ്ടതെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സർക്കാരും എല്ലാവരും ഉണ്ടാക്കിയ ഒരു പാർക്കിംഗ് ആണ്. അവിടെ സ്ഥിരമായി വണ്ടി വെച്ച് പോകുന്ന ഒരു പ്രവണതയാണ്. അതിൽ വന്നു പോകുന്ന മാനന്തവാടിയിൽ അത്യാവശ്യം വന്ന് മരുന്ന് മേടിക്കാനും പല ആവശ്യങ്ങൾക്കും വന്ന് പോകുന്ന വണ്ടികൾ വെക്കാനുള്ള സംവിധാനം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വയനാട് ന്യൂസ്, മാനന്തവാടി. പരിസ്ഥിതി ദിനാചരണത്തിന് വ്യക്തമായ ചട്ടങ്ങളും നിബന്ധനകളും കൊണ്ടുവരണമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി. ജൂൺ 5-ന് വൃക്ഷത്തൈകളുടെ കൂട്ടക്കുരുതിയാണ് കാലങ്ങളായി നടന്നുവരുന്നത്. പരിസ്ഥിതി ദിനത്തിൽ നടന്ന തൈകളിൽ 10% അതിജീവിച്ചിരുന്നുവെങ്കിൽ കേരളമാകെ കൊടും കാടായി മാറിപ്പോയേനെ. സാമൂഹ്യ വനവൽക്കരണത്തെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പരിസ്ഥിതി ദിനാചരണം എന്ന് പറഞ്ഞാൽ അത് മരത്തൈകൾ നട്ടുപിടിപ്പിക്കൽ മാത്രമാണെന്നും കുറച്ച് മരത്തൈകൾ എവിടെയെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ പരിസ്ഥിതി സംരക്ഷണമായി എന്നുള്ളൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളത്തിലാണ് ഞങ്ങൾ ഈ കുറിപ്പിൽ പറഞ്ഞതുപോലെ ഓരോ വർഷവും കോടിക്കണക്കിന് മരത്തൈകളുടെ ഒരു കൂട്ടക്കുരുതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങളിലും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇപ്പം അടുത്ത കാലത്തായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പാർട്ടികളുടെ യുവജന സംഘടനകളും കർഷക സംഘടനകളും മതമേലധ്യക്ഷന്മാരും മതസംഘടനകളും എല്ലാം തന്നെ ഈ ജൂൺ 5 ഒരു മരത്തൈകൾ നടൽ, എന്നാൽ ആ മരത്തൈകളിൽ ഒരു പകുതിയെങ്കിലും പരിപാലിക്കുകയോ അതിന് സർവൈവ് ചെയ്യാൻ അനുവദിക്കുകയോ അതിന് വേനൽക്കാലത്ത് ഒരു 3 മാസക്കാലം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം നനച്ചു കൊടുക്കുകയോ ചെയ്യാൻ തയ്യാറാവാതെ ഇത് ബന്ധുവും ഹർത്താലും പോലെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. കന്നുകാലികളെ കശാപ്പിനായി വിൽക്കരുതെന്ന കേന്ദ്രത്തിന്റെ നിലപാട് വനാന്തര വനയോര ഗ്രാമങ്ങളിലെ കാലി വളർത്തി ഉപജീവനം കഴിയുന്ന കുടുംബങ്ങളെ ആശങ്കയിലാക്കുന്നു. 100 കണക്കിന് കുടുംബങ്ങളാണ് കാലി വളർത്തി വിറ്റ് ഉപജീവനം നടത്തുന്നത്. കേന്ദ്രത്തിന്റെ പുതിയ നീക്കം വരുന്നതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. കശാപ്പിനായി കാലികളെ വിൽക്കാൻ പാടില്ലെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക കാലി വളർത്തി ഉപജീവനം നടത്തുന്ന ജില്ലയിലെ വനയോര വനാന്തര ഗ്രാമത്തിലെ കർഷകരെയാണ്. 100 കണക്കിന് കർഷകരാണ് വനാന്തര ഗ്രാമങ്ങളിൽ കന്നുകാലികളെ വളർത്തി വിറ്റ് ഉപജീവനം നയിക്കുന്നത്. ഓരോ കർഷകർക്കും 100 കണക്കിന് കന്നുകാലികളാണ് ഉള്ളത്. ഇവയെ വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് കുടുംബച്ചെലവും കുട്ടികളുടെ പഠനവും വിവാഹവും അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. പുതിയ നിർദ്ദേശം ഇവരിൽ ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ്. വയനാടൻ വനയോര ഗ്രാമങ്ങളിലും വനാന്തര ഗ്രാമങ്ങളിലും 100 കണക്കിന് കർഷകരാണ് കാലി വളർത്തി ഉപജീവനം നടത്തിവരുന്നത്. കാർഷിക വിളകളുടെ തകർച്ചയോടെ നിരവധി കർഷകരുമാണ് ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. ഇവരെയാണ് കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം അങ്കലാപ്പിലാക്കുന്നത്. കന്നുകാലികളെ പോത്തും കന്നുകാലിയും മറ്റു കന്നുകാലികളും വളർത്തുന്നവരാണ്. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ കന്നുകാലികളെ കശാപ്പിനും മറ്റും വിറ്റ് ആണ് കൂടുതൽ ആളുകളും തങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷീരമേഖലയിലും പുതിയ നിയന്ത്രണം വന്നതോടെ ക്ഷീരമേഖലയിലും വളരെയേറെ പ്രയാസം കർഷകർക്കുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി NGO യൂണിയൻ മാനന്തവാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ VR പ്രബീജ് ശുചീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. KV ജഗദീഷ് അധ്യക്ഷനായിരുന്നു. TK അബ്ദുൽ ഗഫൂർ, VK ജോയ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. TK സുരേഷ്, PM ഇബ്രാഹിം, KP മധുസൂദനൻ, K സൈനബ, UK സരിത എന്നിവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. മാനന്തവാടി നഗരസഭ പരിയാരം കുന്ന് ഡിവിഷനിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ആദരിച്ചു. കണിയാരം TTI സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ VR പ്രബീജ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ PV ജോർജ് അധ്യക്ഷനായിരുന്നു. നോർത്ത് വയനാട് DFO നരേന്ദ്രനാഥ് വേളൂരി ഉപഹാരങ്ങൾ നൽകി. ഡോക്ടർ ഗോകുൽദേവ് മുഖ്യപ്രഭാഷണവും ഫാദർ പോൾ മുണ്ടോലിക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. റബ്ബർ കൃഷിയിടങ്ങളിൽ കാപ്പി ഇടവിളയായി
കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി വി.എസ്. സുനിൽകുമാർ. റബ്ബർ കൃഷിയിടത്തിൽ കാപ്പി കൃഷി ഇടവിളയായി ചെയ്ത മുള്ളംകൊല്ലി കവളക്കാട്ട് റോയിയുടെ കാപ്പിത്തോട്ടം സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പമാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. വിലയിടിവിനെ തുടർന്ന് പ്രതിസന്ധിയിലായ റബ്ബർ കർഷകർക്ക് റബ്ബർ കൃഷിയിൽ ഇടവിളയായി കാപ്പി കൃഷി ചെയ്ത് അധിക വരുമാനമുണ്ടാക്കാൻ കഴിയുമോ എന്ന് കൃഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. കൃഷിവകുപ്പിന്റെ റബ്ബർ തോട്ടങ്ങളിൽ ഇടവിളയായി കാപ്പി കൃഷി നടത്തുന്നതിനെക്കുറിച്ചും അറിയുന്നതിനുമായാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. കൃഷിയിടങ്ങൾ സന്ദർശിച്ച് കൃഷിരീതികൾ ചോദിച്ചറിഞ്ഞ് തൈകളുടെ ഗുണനിലവാരം ബോധ്യപ്പെടുകയും ചെയ്തു. കോഫി ബോർഡിന്റെയും റബ്ബർ ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് കാപ്പി ഇടവിള കൃഷികളെക്കുറിച്ച് പഠിക്കാനും നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പിലെയും കോഫി ബോർഡിലെയും ഉന്നത ഉദ്യോഗസ്ഥരും കൃഷിയിടങ്ങൾ സന്ദർശിക്കാൻ മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അംഗൻവാടിയില്ല. വനാന്തര ഗ്രാമങ്ങളിലെ കുട്ടികളുടെ പ്രാഥമിക പഠനം പ്രതിസന്ധി. നൂൽപ്പുഴയിലെ മണിമുണ്ട, പുത്തൂർ, പാമ്പുംകൊല്ലി പ്രദേശങ്ങളിലെ കുട്ടികളുടെ പഠനമാണ് അംഗൻവാടിയില്ലാത്തതിനെ തുടർന്ന് മുടങ്ങുന്നത്. ഗ്രാമത്തിൽ അംഗൻവാടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. നൂൽപ്പുഴ പഞ്ചായത്തിലെ വനാന്തര ഗ്രാമങ്ങളായ പുത്തൂര്, മണിമുണ്ട, പാമ്പുംകൊല്ലി എന്നീ ഗ്രാമങ്ങളിലെ കുട്ടികളുടെ പ്രാഥമിക പഠനവും ഗ്രാമങ്ങളിലെ കൌമാരക്കാരായ കുട്ടികളുടെ പോഷകാഹാരവുമാണ് മുടങ്ങുന്നത്. അംഗൻവാടിയില്ലാത്തതാണ് ഇതിനു കാരണം. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഒരു പഠന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നുവെങ്കിലും 2 വർഷം മുമ്പ് ഇത് നിർത്തി. ഇതോടെ ഈ ഗ്രാമങ്ങളിലെ കുട്ടികളുടെ പഠനവും നിന്നു. നിലവിൽ അംഗൻവാടിയുള്ളത് കിലോമീറ്ററുകളകലെ പിലാക്കാവിലാണ്. ഇവിടെ എത്തണമെങ്കിൽ ആനയും കടുവയും അടക്കം വിഹരിക്കുന്ന വനപാതയിലൂടെ കാൽനടയായി സഞ്ചരിച്ചു വേണം. ഇത് കാരണം പലർക്കും കുട്ടികളെ അംഗൻവാടിയിലെത്തിക്കാൻ സാധിക്കുന്നില്ല. പിലാക്കാവിലെ അംഗൻവാടിയിൽ കുട്ടികളെ വിടണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ജോലി ഉപേക്ഷിക്കേണ്ട അവസ്ഥയുമാണുള്ളത്. അതിനാൽ പലരും വാഹനക്കൂലി നൽകിയാണ് നഴ്സറികളിലും മറ്റും എത്തിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗ്രാമത്തിൽ അടിയന്തരമായി അംഗൻവാടി വേണമെന്നാണ് ആവശ്യം. സെന്റർ ഈ പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ പോലും നല്ല രീതിയിലായിരുന്നു സെന്റർ നടന്നുകൊണ്ട് ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ല അറിവും നല്ല കാര്യങ്ങളെല്ലാം നല്ല ഇതിലായിരുന്നു. ഇവിടുന്ന് പോകുന്ന കുട്ടികൾ പറയും, അവിടുത്തെ ടീച്ചേഴ്സും പറയും നല്ല കുട്ടികളാണ്, എല്ലാം നല്ല ഇതുള്ള. അപ്പം അതുപോലും കുട്ടികൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ അംഗനവാടി പോകാൻ പറ്റാതെ ഇപ്പം 2 വർഷം മുന്നേ ഒക്കെ ഉള്ള കുട്ടികൾ അങ്ങനെ തന്നെയാണ്. ബാലവാടി പോകാനും പറ്റില്ല, അത്രയ്ക്ക് കുട്ടികൾക്ക് ഒരു അറിവും ഇല്ലാതെ ആയിപ്പോയി. വയനാട് ന്യൂസ്, ബത്തേരി. ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യമുയർത്തി CPIM മാനന്തവാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പാർക്കിൽ സായാഹ്ന ധർണ നടത്തി. ധർണ LDF ജില്ലാ കമ്മിറ്റി കൺവീനർ KV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. M സോമൻ അധ്യക്ഷനായിരുന്നു. MLA OR കേളു, KM വർക്കി മാസ്റ്റർ, PT ബിജു, VG ഗിരിജ, KT ബിനു, CP മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് തുടങ്ങിയ ചേകാടി ബസ് സർവീസ് മുടങ്ങുന്നത് പതിവാകുന്നു. 2 ആഴ്ചയായി ഈ ഭാഗത്തേക്ക് KSRTC ബസ് എത്തിയിട്ട്. 5 വർഷം മുൻപാണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് ചേകാടി ഗ്രാമത്തിലേക്ക് KSRTC സർവീസ് തുടങ്ങിയത്. വനഗ്രാമത്തിലെ ജനങ്ങളും വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന രൂക്ഷമായ യാത്രാക്ലേശത്തെക്കുറിച്ച് ഏകാധ്യാപക സ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പ്രശ്നത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയ ശേഷം ചേകാടിയിലേക്ക് ബസ് സർവീസ് ആരംഭിക്കാൻ ഗതാഗത മന്ത്രിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. വനപാതയിലൂടെ വലിയ ബസ്സുകൾ കടന്നുപോകാൻ പ്രയാസമായതിനാൽ ഇവിടുത്തെ പാതയിൽ സർവീസ് നടത്താൻ പാകത്തിലുള്ള പുതിയ ബസ് വാങ്ങി ചെറിയ ഷാസി നിർമ്മിച്ച് സർവീസ് ആരംഭിക്കുകയായിരുന്നു. ഉത്സവാഘോഷം പോലെയായിരുന്നു ബസിന്റെ ഉദ്ഘാടന ചടങ്ങ്. കന്നി സർവീസ് കാണാൻ വിവാഹം കഴിച്ചയച്ചവരും തങ്ങളുടെ നാട്ടിലെത്തിയിരുന്നു. തകർന്ന റോഡിലൂടെ ഒരു ട്രിപ്പ് പോലും മുടക്കാതെ സർവീസ് തുടർന്ന ബസ്സാണ് ഇപ്പോൾ പല ദിവസങ്ങളിലും മുടങ്ങുന്നത്. ഇതുവഴി 2 സ്വകാര്യ ബസ്സുകൾ സർവീസ് ആരംഭിച്ചത് ബസ്സിന് കളക്ഷൻ കുറയാൻ കാരണമെന്നാണ് KSRTC അധികൃതർ പറയുന്നത്. താൽക്കാലികമായി നിർത്തിവെച്ച KSRTC ബസ് ഉടൻ പുനരാരംഭിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. രാവിലെ 7:30 മണിക്ക് പുറപ്പെടുന്ന KSRTCയിൽ തൊഴിലാളികളുണ്ട്, ജീവനക്കാരുണ്ട്. അതുമാതിരി തന്നെ പല വിഭാഗത്തിൽപ്പെട്ട ഇവിടുന്ന് മൈസൂർ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ വരെ പോകാൻ സൗകര്യമുള്ള ഒരു വാഹനമായിരുന്നു ബത്തേരി ചേകാടി KSRTC. ഇപ്പോൾ വാഹനം നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുന്നു, വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള ചേകാടിയിൽ നിന്ന് പുൽപ്പള്ളിയിൽ എത്താൻ വിദ്യാലയത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് അവിടുത്തെ വിദ്യാർത്ഥികളും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കശാപ്പ് നിരോധനത്തിനെതിരെ ബത്തേരിയിൽ CPMന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. മുനിസിപ്പാലിറ്റിക്ക് സമീപം നടന്ന ധർണ ജില്ലാ കമ്മിറ്റി അംഗം CK സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. PJ ജോസഫ് അധ്യക്ഷനായിരുന്നു. KC യോഹന്നാൻ, TP പ്രമോദ്, KV മോഹനൻ, നിധിൻ, പ്രജീഷ് എന്നിവർ സംസാരിച്ചു. വനാന്തര ഗ്രാമത്തിൽ തോടിനു കുറുകെ പാലമില്ലാത്തത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. മഴയെത്തുന്നതോടെ കരകവിയുന്ന തോട് കടക്കാൻ ആശ്രയം തടിപ്പാലം മാത്രമാണ്. വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ ഏക ആശ്രയവും ഈ പാലമാണ്. നൂൽപ്പുഴ പഞ്ചായത്തിലെ വനാന്തര ഗ്രാമമായ പാമ്പുംകൊല്ലി ഗ്രാമവാസികളാണ് തോട് കടക്കാൻ ഇപ്പോഴും തടിപ്പാലത്തെ തന്നെ ആശ്രയിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഇവരുടെ ആശ്രയം ഈ പാലം തന്നെയാണ്. വിദ്യാർത്ഥികളടക്കമുള്ളവർ ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മഴക്കാലമായാൽ വെള്ളം കയറി ഇവർ ഒറ്റപ്പെടും. പുറം ലോകത്തെത്താൻ ഇവർ വെള്ളമിറങ്ങുന്നതുവരെ കാത്തിരിക്കണം.
പാലമില്ലാത്തതിനാൽ ഈ ഗ്രാമത്തിലേക്ക് വാഹനവും എത്താറില്ല. ഇത് കാരണം വിദ്യാർത്ഥികളടക്കമുള്ളവർ ദുരിതത്തിലാണ്. വനപ്രദേശമായതിനാൽ തോടിനു കുറുകെ പാലം നിർമ്മിക്കാൻ വനംവകുപ്പിന്റെ അനുമതി വേണം. ഇക്കാരണത്താൽ തന്നെ പാമ്പുംകൊല്ലിക്കാരുടെ പാലമെന്ന സ്വപ്നമായി തന്നെ തുടരും. മഴ പെയ്ത വെള്ളം കയറി തോട്ടിൽ, അപ്പം ഈ പാലൊക്കെ ഒലിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. പിന്നെ ജീപ്പ് അധികം ഇങ്ങോട്ട് മഴ പെയ്തൊന്നും വരില്ല. അപ്പം ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര പാടാണ്. ഞങ്ങളിവിടെ വയനാട് ന്യൂസ് ബത്തേരി. SSLC +2 വിജയികൾക്ക് മാനന്തവാടി ഒഴക്കോടി നാഷണൽ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘടിപ്പിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പ്രതിഭ ശശി ഉദ്ഘാടനം ചെയ്തു. AV മാത്യു അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ പുഷ്പരാജൻ, PV ജോർജ്, ശൈലാജ് ജോസ്, KK ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റഷീദ് കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് വിഷൻ/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചെമ്പ്ര എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയ സംഭവം. കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ഒത്തുകളിക്കുകയാണെന്ന ആരോപണവുമായി യുവജനതാദൾ യു രംഗത്ത്. HMS ഉൾപ്പെടെയുള്ളവർ തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും യുവജനതാദൾ യു. മാനന്തവാടിയിൽ ഓട്ടോ ഡ്രൈവർമാരും ടാക്സി ജീപ്പ് ഡ്രൈവർമാരും തമ്മിൽ സംഘർഷം ആളുകളെ വിളിച്ചുകയറ്റുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചു ചേർത്ത ചർച്ചയിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കം. ആദിവാസി മേഖലകളിൽ ചിലവഴിക്കുന്ന തുകകളെക്കുറിച്ച് ഗവേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ TP സെൻകുമാർ. വിനിയോഗിച്ച തുകകളെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്നും സെൻകുമാർ. മാനന്തവാടി താലൂക്കിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ വീണ്ടും പണിമുടക്ക് വേതന വർധനവ് നടപ്പാക്കാൻ ബസ് ഉടമകൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച്. വേതന വർധനവ് പ്രശ്നത്തിൽ ബത്തേരി താലൂക്കിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ തിങ്കളാഴ്ച മുതൽ പണിമുടക്കും. പുൽപ്പള്ളി താഴെയങ്ങാടി വിദേശ മദ്യഷാപ്പ് മാറ്റി സ്ഥാപിച്ച സംഭവം. വിദേശ മദ്യഷാപ്പ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തം. മദ്യവിൽപ്പനശാല മാറ്റി സ്ഥാപിച്ചതിന് പിന്നിൽ പഞ്ചായത്ത് ഭരണകക്ഷി അംഗങ്ങളുടെ കള്ളക്കളിയെന്ന് ആരോപണം. മദ്യഷാപ്പിനെതിരെ ജനകീയ കൂട്ടായ്മയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതി ഭരണമാണ് രാജ്യത്തും സംസ്ഥാനത്തും നടക്കുന്നതെന്ന് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA. രാജ്യത്ത് വർഗീയതയും അഴിമതിയും ചെറുക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും IC ബാലകൃഷ്ണൻ. പരിസ്ഥിതി ദിനാചരണം വ്യക്തമായ ചട്ടങ്ങളും നിബന്ധനകളും ആവശ്യമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി. ജൂൺ 5-ന് വൃക്ഷത്തൈകളുടെ കൂട്ടക്കുരുതിയാണ് നടക്കുന്നതെന്നും സമിതി. സാമൂഹ്യ വനവൽക്കരണത്തെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്നും സമിതി ഭാരവാഹികൾ. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ശുഭരാത്രി.